നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്തിമവാദം തുറന്ന കോടതിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിജീവിത. ഇത് സംബന്ധിച്ച് വിചാരണ കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. അന്തിമവാദം തുടങ്ങിയതിന് പിന്നാലെയാണ് അതിജീവിത കോടതിയെ സമീപിച്ചത്. കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ പൊതുസമൂഹം അറിയട്ടെ എന്നും ഇതിൽ തന്നെ സ്വകാര്യതയുടെ വിഷയങ്ങളില്ലെന്നുമാണ് നടിയുടെ നിലപാട്. സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസിന്റെ ഇതുവരെയുള്ള വിചാരണ അടച്ചിട്ട കോടതിയിൽ നടന്നത്. എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വാദം നടക്കുന്നത്. ഒരു മാസത്തിനകം വിചാരണ നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമാവുക കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയായിരിക്കുമെന്ന് പറയുകയാണ് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ജോർജ് ജോസഫ്. കേസിലെ തെളിവുകളെല്ലാം തന്നെ കൃത്യമായി കോടതിക്ക് മുൻപിൽ എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോടതിയിൽ തെളിവുകൾ എത്തിയിട്ടുണ്ട്, പക്ഷെ എങ്ങനെ കോടതി അതിനെ കാണുമെന്ന് പറയാൻ സാധിക്കില്ല. കോടതിക്ക് അകത്തിരിക്കുന്ന തെളിവിന് രൂപമാറ്റം സംഭവിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. 3 കോടതികളിൽ വെച്ച് ആ ദൃശ്യം പരിശോധിക്കപ്പെട്ടു. അതിൽ ഇന്നുവരെ തീരുമാനമുണ്ടായിട്ടില്ല. തൊണ്ടി സാധനം പോലും കോടതിക്കകത്ത് സുരക്ഷിതമല്ല. കോടതിയിൽ ഇരിക്കുന്നൊരു തെളിവ് പരിശോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി പോലീസല്ല, കോടതിയാണ്. ഇതിനെതിരെ അതിജീവിത കീഴ്ക്കോടതിയിലും മേൽക്കോടതിയിലും എല്ലാം പരാതി നൽകിയെങ്കിലും കാര്യമുണ്ടായിട്ടില്ല. രാഷ്ട്രപതിയെ സമീപിച്ചെങ്കിലും രാഷ്ട്രപതിക്ക് ഇതിൽ പ്രത്യേകിച്ചൊരു റോളില്ല. കേസിൽ പൾസർ സുനിയുടെ ഇനിയുള്ള റോൾ വളരെ പ്രധാനമാണ്. സുനി സത്യം പറയാൻ തയ്യാറാവുകയും ഇന്ന് അയാളാണ് അതിന് പിന്നിലെന്ന് പറയുകയും ചെയ്താൽ കോടതിക്ക് ആ വാദം പരിഗണിക്കാതിരിക്കാൻ സാധിക്കില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിനിടെ കേസിൽ ശ്രീലേഖ പ്രതി ദിലീപിനെ പിന്തുണച്ച് സംസാരിച്ചതും അദ്ദേഹം വിമർശിച്ചു. മുൻ DGPയുടെ പരാമർശം അനുചിതമായി പോയി. വിചാരണ നടക്കുമ്പോൾ വസ്തുതകൾ പറയാം. എന്നാൽ പ്രതിയെ അനുകൂലിച്ച് മുൻ ജയിലിൽ DGP ആയിരുന്ന ഒരാൾ സംസാരിക്കുകയെന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ ദുഷ്ടലാക്കാണെന്ന് അദ്ദേഹം പറയുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്തിമവാദത്തിന് കൂടുതൽ സമയമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും കോടതി അനുവദിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിൽ വേഗത്തിൽ തന്നെ വാദങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആദ്യം പ്രോസിക്യൂഷന്റെ വാദങ്ങളാണ് കേൾക്കുക. ഇതിന് 2 ആഴ്ച വേണ്ടി വന്നേക്കും. പിന്നീടായിരിക്കും ദിലീപ് അടക്കമുള്ള പ്രതികളുടെ വാദം കേൾക്കുക. അതിജീവിതയാണ് വിചാരണ കോടതിയിൽ മുൻ DGP ശ്രീലേഖയ്ക്കെതിരെ കോടതിയലക്ഷ്യ ഹർജി നൽകിയത്. പോലീസ് കള്ളത്തെളിവുകൾ ഉണ്ടാക്കിയെന്ന ആരോപണത്തിലായിരുന്നു ഹർജി. ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ശ്രീലേഖ ആരോപണം ഉന്നയിച്ചത്. നേരത്തെ ശ്രീലേഖയും ദിലീപും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകൾ പുറത്തു വന്നിരുന്നു. ദിലീപിന് അനുകൂലമായി ശ്രീലേഖ നടത്തിയ വെളിപ്പെടുത്തൽ വലിയ വിവാദമായി മാറുകയായിരുന്നു. കേസിൽ ദിലീപ് നിരപരാധിയാണെന്നും നടനെതിരെ തെളിവുകൾ കെട്ടിച്ചമച്ചതെന്നുമായിരുന്നു അവർ ആരോപിച്ചത്. അതിനുശേഷം അടുത്തിടെ ഒരു സ്വകാര്യ ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ വീണ്ടും ദിലീപിന് അനുകൂലമായി ശ്രീലേഖ രംഗത്ത് വരികയായിരുന്നു. ഈ കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന് തനിക്ക് ഉത്തമ ബോധ്യമുണ്ടെന്നും ഈ കേസ് തീരാൻ പോകുന്നില്ലെന്നും ദിലീപിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് നേരിട്ട് കാര്യം ബോധിപ്പിച്ചിരുന്നുവെന്നും ശ്രീലേഖ പറഞ്ഞിരുന്നു. കൂടാതെ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ച സംഭവത്തിൽ നേരത്തെ തന്നെ അതിജീവിത കോടതിയിൽ അവിശ്വാസം രേഖപ്പെടുത്തുകയും ചെയ്തു. മെമ്മറി കാർഡ് പരിശോധിച്ചുമായി ബന്ധപ്പെട്ട അന്വേഷണം അട്ടിമറിക്കപ്പെട്ടതായി ചൂണ്ടിക്കാണിച്ചായിരുന്നു പരാതി. അന്വേഷണ റിപ്പോർട്ടിൽ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നും രാഷ്ട്രപതിക്ക് അയച്ച പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്.